ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ് എന്ന് വേണം പറയാൻ. കാരണം ഞങ്ങളുടെ 3 പേരുടെയും വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ 7:30 ഈ ഞായറാഴ്ച ദിവസം കൂടുതലും കിടന്ന് ഉറങ്ങാൻ നേരത്തെ അല്ലേ. എൻ്റെ മോൻ നേരത്തെ എണീക്കും. നേരത്തെ മീൻസ് 7 മണി അതിന് മുന്നേക്ക് എണീക്കും. സ്കൂളുള്ള ദിവസം 7 മണിയല്ല 7:30 ആയാലും വിളിച്ചു കഴിഞ്ഞാൽ എണീക്കൂല, നല്ല ഉറക്കാം. സ്കൂളില്ലാത്ത ദിവസം അവനറിയാം, നേരത്തെ എണീറ്റ് ബാത്റൂമിലൊക്കെ പോയി എന്നിട്ട് കള്ളുറക്കാണ്. ഇവിടെ ആടാ കുട്ടി. സ്കൂളിൽ പോണ ദിവസം എനിക്കില്ല, സ്കൂളില്ലാത്ത ദിവസം രാവിലെ എനിക്കൂല്ലേ. ചേട്ടൻ വൈകി എണിക്കുള്ളൂ, കാരണം ജിമ്മിലും ഒന്നും പോകണ്ടല്ലോ. എൻ്റെ മാത്രം ഓർക്കാൻ പോയാൽ പോരല്ലോ. ആട്ടാ ആയിട്ടോ. ആരൊക്കെയാണ് ഞായറാഴ്ച അല്ല കിടന്നോട്ടെ. ഒരാൾ രാവിലെ എനിക്ക് പണി തുടങ്ങി, പരിശോധിക്കലും അതെടുക്കലും ഇതെടുക്കലും അങ്ങനെ മൊത്തത്തിൽ പണിയാണ്. രാവിലെ തന്നെ ജുനാക്കുട്ടി കളിപ്പാട്ടങ്ങൾ തപ്പി ഇറങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പല്ലിയേക്കാൻ വന്നു. അപ്പോൾ എൻ്റെ മുഖം മൂങ്ങിലി സ്കിന്നാണ്, ഫേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ സോപ്പിട്ടാണ് മുഖം കഴുകാറ്. ഞാൻ ജുനാൻ്റെ ബേബി സോപ്പാണ് യൂസ് ചെയ്യണത് മുഖം കഴുകാൻ കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി പല്ലൊക്കെ തേച്ചു. ഞാനാട്ടോ വന്നിട്ട് അവന് പല്ല് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഏട്ടനാരായാലും മാറി തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ വേഗം വന്ന് ഫുഡ് കൊടുത്തു, കാരണം നേരം വൈകിയാണല്ലോ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോണത്. അവന് സാധാരണ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എൻ്റെ കുളിപ്പിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം കൊടുക്കാറ്. അപ്പോഴേക്കും ആൾ അച്ഛനും മോനും കൂടെയൊക്കെ ഇവിടെ ഡാൻസ് കളിയാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എനിക്ക് മടിയാണ്. പിന്നെ ഇന്ന് എല്ലാ ദിവസവും ഞാൻ തല കുളിക്കില്ല കേട്ടോ. എനിക്ക് ഓരോരോ ദിവസങ്ങളുണ്ട്. ആദ്യമൊക്കെ ഇത് ഭയങ്കര നല്ലായിരുന്നു കേട്ടോ. ഇത് കട്ട പിടിച്ചത് കിട്ടുമ്പോ ഈ ലോട്ടസിന്റെ ശിങ്കാറാണ് ഞാൻ സിന്ദൂരമാണ് സിന്ദൂരായിട്ട് യൂസ് ചെയ്യണം. ആദ്യമൊക്കെ നല്ല അടിപൊളിയായിരുന്നു അത്. ഇപ്പൊ ഒരുമാതിരി കട്ട പിടിച്ച് നമ്മളിനി വെള്ളം ഒഴിച്ചിട്ട് കുലുക്കണ ആ അവസ്ഥയിലേക്ക് വന്നു. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായതുകൊണ്ടാണെന്നറിയില്ല, കാരണം ഞാൻ 3 എണ്ണമൊക്കെ ഒറ്റയടിക്ക് വാങ്ങി വെക്കും. എന്തോ അറിയില്ല. വീട്ടിലെക്കുമ്പോൾ എനിക്ക് സൺസ്ക്രീൻ പോലും ഇടാൻ മടിയാണ്. പക്ഷെ ശരിക്കും ഇടണം കേട്ടോ. പക്ഷെ ഞാൻ ഇടാറില്ല. അതിനാ ഞാൻ പൊട്ട് പോലും ഇടക്ക് കുത്തില്ല, എനിക്ക് അത്ര മടിയാണ്. ഇങ്ങനെ വെറുതെ ഇരിക്കണം. പിന്നെ ഞായറാഴ്ചയാണല്ലോ, വീഡിയോ ഒക്കെ എടുക്കല്ലേ, ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് പൊട്ട് കുത്തിയത്. പക്ഷെ മുടി ഞാൻ എപ്പോഴും ഈ ചടയൊക്കെ കളഞ്ഞ് കെട്ടി വെക്കും കേട്ടോ. അല്ലേലേ പോയി തീർന്നു. ഇനിയും നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ കെട്ടിയെങ്കിലും വെക്കാം ഞാൻ. അമ്മ ഇന്ന് മസാല ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ അമ്മ റെഡിയാക്കി രാവിലെ തന്നെ വെക്കും, വന്ന് കഴിച്ചാൽ മതി. അടിപൊളി മസാല ദോശ കേട്ടോ. മസാല ദോശയുടെ റെസിപ്പി ഞങ്ങൾക്ക് വേറൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു, ഓട്ടൂറിൽ. പല എന്താ പറയാ, ഇപ്പൊ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റണില്ല. പക്ഷെ അതിനകത്ത് റെസിപ്പീസ് ഒക്കെ ഉണ്ട്, നോക്കി നോക്ക് കേട്ടോ. നല്ല അടിപൊളി ചട്നി, ചട്നിയുടെ റെസിപ്പിയും അതിലുണ്ട്. മസാലയിൽ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശയൊക്കെ. അത് കഴിഞ്ഞ് ചുന വീഡിയോ കോൾ ചെയ്യും. രാവിലെ തന്നെ അവിടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും വിളിക്കും. പിന്നെ ഉച്ചയാകുമ്പോൾ അമ്മായി വിളിക്കും. ഏട്ടനിപ്പോൾ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ ഷുഗറും നിർത്തി, ജിമ്മിൽ പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ പഞ്ചസാരയൊന്നും വേണ്ട, ചായയും വേണ്ട, മഞ്ഞപ്പാലും മതി എന്ന് പറഞ്ഞു കേട്ടോ. അത് എല്ലാ ദിവസമൊന്നും ഇല്ല, ഇപ്പോൾ കുറവാണ് കുടിക്കണതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഇത് തുണി വിരിക്കാൻ വന്നു. വെയിൽ കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ വന്ന് വിരിക്കും. എൻ്റെ അമ്മ കാണണ്ട ഞാൻ ഈ തുണി വിരിക്കണ പോലെ, ആരെ എന്താ പറയുക, കൊന്ന് കെട്ടിത്തൂക്കിയേക്കാണെന്ന് ചോദിക്കും. കാരണം തുണി വിരിക്കണേന് വരെ ഭംഗി നോക്കുന്ന ഒരാളാണ് അവിടെ ഉള്ളത്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്
വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് മാറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് തിന്നാൻ വന്നു. അപ്പോൾ ഈ പാളയംകോടൻ അല്ലെങ്കിൽ പച്ചക്കായ കൊടപ്പനൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ അതായിരുന്നു നമ്മൾ ഉപ്പേരി വെക്കും. നല്ല രസമാട്ടോ. പിന്നെ ചെമ്മീക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ അമ്മ വേഗം ആക്കി വെക്കുമ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞൊക്കെ കൊടുക്കും. പാചകം ചെയ്യണ ആളമ്മയാണ്, കാരണം നല്ല അടിപൊളിയായിട്ടുണ്ടാക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എഴുതി പഠിപ്പിക്കലാണ്. ഭയങ്കരമായിട്ടിയാ നമ്മുടെ ക്ഷമ നശിയും. ഒരു കെയറില്ല എന്നിട്ടാണ് കേട്ടോ, എഴുതാനറിയാഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നു രക്ഷയില്ല, കുറേ നേരം എടുക്കണം. UKG എഴുതി പഠിപ്പിച്ച് തുടങ്ങിയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കോഴീനെ ഓടിക്കാതെ പറഞ്ഞ് 2 ഇറുക്കിലെടുത്ത് ഇറങ്ങിയേക്കാണ്. അപ്പോൾ കോഴി മുട്ട ഇട്ടോ നോക്കാന്നൊക്കെ പറയുമ്പോൾ പോവാണ് കേട്ടോ. കോഴി മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അച്ഛനാണ് എടുക്കാറ്. എന്നാലും വെറുതെ പോയി നോക്കി നോക്കാം. പക്ഷേ ഇല്ല, അച്ഛനെടുത്തു. ഞാനല്ല നോക്കാറ്, ജിനോമല്ല. ജിനോ ഞാനും കോഴീനെ ഓടിക്കലും കോഴീനെ എന്താ പറയുക ഉപദ്രവിക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി. കാക്കരെ കൊണ്ട് ഭയങ്കര ശല്യാണെന്നേ. കോഴിയുടെ മുട്ടയൊക്കെ കഷ്ടപ്പെട്ട് കൊത്തി കുളിക്കാണ്. അങ്ങനെ തുണി വെച്ച് മറിച്ചു. ഇപ്പൊ വരുന്നില്ല, അതുകൊണ്ട് മുട്ട കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു പൂവൻ കോഴി ഉള്ളൂ കേട്ടോ. ആൾക്ക് ഭയങ്കര പേടിയാ, കാരണം ഒരെണ്ണം ഉള്ളെങ്കിലും ആള് നല്ല സൈസാണ്. അപ്പൊ അവനെന്ത് ചെയ്യും, അവന്റെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വലിയ ആളായിട്ട് നടക്കലാണ്. ആര് വന്നാലും ഓടാനും ഓടിപ്പിക്കാനും ഒക്കെ. അപ്പോൾ ജിനോ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ജിനോ കുറേ ഉപദ്രവിക്കുമ്പോൾ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിറകടിച്ച് വരും. അത് കാണുമ്പോൾ ഇവനെ പേടിയാവും, പേടിച്ച് കരയും. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ, കുത്തുന്നൊക്കെ. വേറെ ആരും ഒന്നും ചെയ്യൊന്നുമില്ല. പല പ്രാവശ്യം ജിനോനെ പേടിപ്പിക്കാൻ വേണ്ടി ഓടി വന്നിട്ടുണ്ട്. എനിക്ക് പേടിയാണ് കൂടി നടന്നു ഓടിക്കോ കണ്ടോ, എന്തോ ഉള്ളിലൊരു പേടി പോലെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓടിച്ചിട്ട് കളിയായി. കോയിനും പേടിയായിട്ട് പുള്ളി എന്നെ ഓടിച്ചിട്ട് കളിയായിട്ടോ. ഇങ്ങനെ ചാത്തൻ കൂടിനെ ഓടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറേ നേരം കഴിയുമ്പോൾ ദേഷ്യം വരുമ്പോൾ അതൊന്ന് പേടിപ്പിക്കണതാ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുറച്ച് നേരത്തെ കളിയും ബഹളവും. ദിവസവും ജിനോൻ്റെ കൂടെ ഓടിക്കഴിഞ്ഞ ഒരു എക്സസൈസ് പോലെയായി. പക്ഷെ എല്ലാ ദിവസവും ഇല്ല കേട്ടോ, ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസമൊന്നും നേരം ഉണ്ടാവാറില്ല. എനിക്ക് മതിയായി, ഞാൻ പോയപ്പോൾ അച്ഛനും മോനും കൂടി ആയിട്ടോ. ആടിനാണെങ്കിൽ അടിയുള്ളൊന്നും പറഞ്ഞ് സ്പീഡിൽ ഓടുന്നുണ്ട്. പക്ഷെ കൊണ്ടുപാടി. വൈകുന്നേരം ചായ കൂടി നിർത്താൻ എനിക്ക് പറ്റുന്നില്ല. കുറേ നാളായി ഏട്ടൻ ചായ കുടിയൊക്കെ നിർത്തി, ഷുഗറൊക്കെ നിർത്തി. പക്ഷെ എനിക്ക് ഈ ചായയിലുള്ള പഞ്ചസാര ഇല്ലാണ്ട് എനിക്ക് ചായ കുടിക്കാനും പറ്റത്തില്ല. എനിക്ക് ചായ കൂടി നിർത്താനും പറ്റുന്നത്. ഇന്ന് നിർത്തും നാളെ നിർത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു ദിവസം ഞാൻ നിർത്തൂട്ടാ, കാരണം തടി കൂടി വരുന്നുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ വലിയച്ഛൻ്റെ വീടാണ്. അപ്പോൾ അവിടെ പോവാണ് കേട്ടോ. അവിടെ കളിക്കാൻ പോകും ഞങ്ങൾ. അവിടെ നിന്ന് കുഞ്ഞിന് ഇങ്ങോട്ടും കളിക്കാൻ വരും. പിന്നെ അവിടെ അന്തരീക്ഷമുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ പോണത് അവർക്കൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ മിച്ചർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വീട്ടിൽ കൊണ്ടാക്കി നമുക്ക് സുഖമാണ്, അവിടെ പോയി എടുത്താൽ മതി, അല്ലെങ്കിൽ കൊണ്ടുതരും. അപ്പോൾ ഇത് മിച്ചർ വാങ്ങിയിട്ട് ആൾ മണ്ണേ കളിക്കണപ്പോൾ എനിക്ക് ദേഷ്യം. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ മണ്ണേ കളിക്കണത്. വേറെ ഒന്നല്ല, ഇതിനപ്പോൾ തന്നെ കാലിൽ കുരുകുരു പോലെയൊക്കെ വരും. പിന്നെ പുറത്ത് പോണ കാരണം ഞങ്ങൾക്ക് നേരമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം അവിടെ വന്ന് കളിയും കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരലും കളിയും ബഹളമൊക്കെയാണ്. ഇന്നിപ്പം നമുക്കൊന്ന് പുറത്ത് പോകണം. വെറുതെ ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ ഞങ്ങൾ വേഗം പോരുകയാണ്. ഞായറാഴ്ച ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിഷമമാണ്. എവിടെയെങ്കിലും പോയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കളിപ്പാട്ടം വാങ്ങണം. അതിപ്പോൾ എന്താ പറയുക, 5 രൂപയുടെ ഒരു റബ്ബർ ആയാലും മതി. പല പല ക്യാരക്ടർ മോഡലൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കിട്ടണം ഞായറാഴ്ചയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളങ്ങനെ പുറത്തേക്ക് പോവാണ്ടോ. അപ്പം എവിടേക്കാണ് പോകണമെന്നൊന്ന് ഇപ്പം മടിയായി അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ട്രെൻഡ്സിൽ പോവാം, ഇപ്പോഴത്തെ ട്രെൻഡ് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് വരാം. എനിക്കിഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ബോറടിക്കുമ്പോൾ തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ. അപ്പം നമുക്ക് ഡീസൽ ഉണ്ടായില്ല, ഡീസൽ അടിക്കാൻ പോയി. എൻ്റെ വായിൽ പെട്രോൾ എന്നാണ് വന്നത്.
അത് കഴിഞ്ഞ് നമ്മളത് ട്രെൻഡ്സിലെത്തി. വാടാനപ്പള്ളിയിലാണ് കേട്ടോ നമ്മൾ വന്നേക്കണേ. എനിക്ക് എല്ലാ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവിടുത്തെ കുറേ എത്തിനിക്കെന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. പക്ഷെ അല്ലാത്ത കുറച്ച് 2-3 നോക്ക് നല്ലതായിരിക്കും. കുറച്ച് അതിൽ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ വന്ന് നോക്കി ഇങ്ങനെ വിലയൊക്കെ നോക്കിയിട്ട് പോകും. പിന്നെ ഓൺലൈനിൽ നോക്കും, എന്നിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയൊക്കെ വാങ്ങുള്ളൂ കേട്ടോ. കണ്ടപ്പോൾ തന്നെ ഒരാൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ ബനിയൻ വന്നത് ഇത്ര നാൾ ഇടില്ലായിരുന്നു കേട്ടോ, ഫുൾ കയ്യും അങ്ങനെ ബനിയനൊക്കെ വന്നത്. പുള്ളിക്ക് ചൂടാണ്, അതാണ് ഇതാണ്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടമാണ്. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ജീൻസിൻ്റെ സൈസ് നോക്കിയിട്ട് ചിരിക്കുകയാണ്. കാരണം ഞാൻ ഏതെടുത്താലും എന്നേക്കാളും വലുതായിരിക്കുള്ളൂ ജീൻസിൻ്റെ പൊക്കം. പിന്നെ രണ്ടാമത് കട്ട് ചെയ്യാനായി കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ വെറുതെ എനിക്കതിലിങ്ങനെ കുട്ടിയിട്ട് ടോപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയുക, ഭയങ്കര വയറ് ചാടിയ കാരണം അതൊന്നും ഇടാൻ പറ്റില്ല, നോക്കും. പിന്നെ കുറേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉടുപ്പുകളൊക്കെയാണ്. അതാകുമ്പോൾ ഹൈറ്റ് കുറവായാലും എന്താ പറയുക രസത്തിൽ ഇടാൻ പറ്റും. ബാക്കി എനിക്ക് ഇച്ചിരി തടിയും കൂടിയുള്ള കാരണം വയറൊക്കെ ചാടിയിരിക്കുന്ന കാരണം ഡ്രസ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് അവൻ്റെ എന്തൊക്കെയോ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോവാണ്. പക്ഷെ എല്ലാം നോക്കി കുറേ കിട്ടും നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ കൈയും വീശി ഇറങ്ങിപ്പോന്നു. പിന്നെ വാങ്ങാൻ തൃപ്തിയല്ല. കാരണം എനിക്ക് ഒരെണ്ണം എടുക്കണമെങ്കിൽ കുറേ നേരം ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇടുവതല്ല. ഞാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പോകും. അപ്പോൾ ഏട്ടൻ പറഞ്ഞു രാത്രിയായി. അപ്പോൾ അവനിങ്ങനെ കുഞ്ഞ് റബ്ബർ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവലും വാങ്ങാനുണ്ടായിരുന്നു, വെളുത്തുള്ളിയും. അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിൽ പോയിട്ടോ. രാത്രി അത് കഴിഞ്ഞിട്ട് വേണം മുടി വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട്. ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഞായറാഴ്ച മുടി വെട്ടാൻ പോകണം. അപ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും അവന് ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ 8:30 ഉറക്കണതാണ്. പക്ഷേ ഇന്ന് എല്ലാം കൊളാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ വെളുത്തുള്ളിയും അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ ഈ കയറി നോക്കി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലാണ് കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റബ്ബറുകളൊക്കെ ഉണ്ടാവും. അവനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് കാണാനായിട്ട്. നമ്മുടെ അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും. അപ്പോൾ അവൻ ഒരെണ്ണം മതി എന്ന് പറയൂ കേട്ടോ. ഒരു ദിവസം ഒരെണ്ണമൊക്കെ ആളെ മതി എന്ന് പറയും. അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയുടെ മതി എന്ന് പറഞ്ഞെടുത്തു. ഇത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു മിനിയൻ്റെ പൗച്ച്. അതിൽ 12 കളർ പേനയൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ടല്ലേ. 12 കളർ പേനയൊക്കെ ആയിട്ട് അതൊരു പെൻസിൽ പൗച്ച് പോലെ. പേന തീർന്നാലും നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാം. അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് അവിടെ പച്ചക്കറിയും ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് വെളുത്തുള്ളിയൊക്കെ എടുത്തപ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ട് വെക്കണം. നമുക്ക് എന്താ പറയുക, പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് വെളുത്തുള്ളിയൊക്കെ എടുക്കാം. പച്ചക്കറിയൊക്കെ വില കൂടി വരികയാണ്. അപ്പം ഞാനിങ്ങനെ ഈ വറുത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇവനെ കാട്ടിക്കൊടുക്കും. കാരണം ഇവന് പൊതുവേ പുറത്തെ ഫുഡിനോടൊന്നും വലിയ കമ്പമില്ല. അപ്പോൾ കാണുമ്പോൾ ഇഷ്ടം തോന്നി എങ്ങനെയെങ്കിലും 2 കഴിക്കട്ടെ എന്ന് കരുതി കാട്ടി കൊടുത്തെടുക്കണത്. ഇടയ്ക്കൊക്കെ ഒന്ന് വായിൽ വെച്ച് നോക്കും, അത്ര തന്നെ. എന്നാലും അവൻ പറയണത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ, അല്ലാണ്ട് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ബില്ലൊക്കെ അടിച്ചിട്ട് പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് മുടിവെട്ടുകടയൊക്കെ വന്നപ്പോൾ വാടാനപ്പള്ളി തന്നെ അടുത്ത് തന്നെയാണ് മുടിവെട്ടുകട. അതും നല്ല മുടിവെട്ടുകട, അടിപൊളിയായിട്ട് മുടിവെട്ടും. അപ്പോൾ ജിനോൻ്റെ മുടി വെട്ടണം എന്നുണ്ട്, പക്ഷെ ഇപ്പം അതിനുള്ള നേരമില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ 7:30 ആയി, ഓൾറെഡി ലേറ്റായി. കാരണം നാളെ സ്കൂളുണ്ടല്ലോ. അപ്പോൾ ഏട്ടന് മുടി വെട്ടാൻ അപ്പോൾ ഒരാളുണ്ടായിരുന്നു അവിടെ, തിരക്കാണ്. അതും കഴിഞ്ഞാണ് ഏട്ടന് മുടി വെട്ടാനിരുന്നത്. അയ്യോ ഒരുപാട് നേരം എടുത്തു. വേറെ ഒന്നുമല്ല, നേരം കുറേ ആയിട്ട് നമുക്ക് തോന്നിയത് എനിക്ക് അവനെ കൊണ്ട് ഫുഡ് കൊടുക്കണം, ഉറക്കണം. മുടി അടിപൊളിയായിട്ട് വെട്ടു കേട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ മാസ്ക് വെച്ച് കൊടുത്തേക്കാണ്, കാരണം അവിടെ AC ഇട്ടിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ പൊടിയും ഉണ്ടാവും. അവന് പൊടി അലർജി ആയതുകൊണ്ടായി. പിന്നെ അത് ആ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. 8:30 ആയപ്പോഴേക്കും ആളുടെ ഇത് പോയി. അല്ലെങ്കിൽ ഓടിച്ചാടി കിടക്കുന്ന ആൾ എൻ്റെ മടിയിൽ കയറി ഇരിപ്പായി. അതേ ഞങ്ങൾ വന്ന് വേഗം അവന് ചോറ് കൊടുത്തു. അതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടാ. പോലെ ഒന്നുമില്ല, വെറും നമ്മുടെ റാഗി പുല്ലും ശർക്കരയും. അത് ശർക്കര പേരിനേ ഉള്ളൂ, അത്രയും ഹെൽത്തിയാണ്. അയ്യണ കടിച്ചു കയറും. ഇതൊക്കെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം പോലെ എന്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റാഗിന്റെ ഇതാണെന്നറിയോ. റാഗി കുറുക്കിയിട്ട് ശർക്കരയൊക്കെ കുറച്ചിട്ട് അത്രയും ഹെൽത്തിയാണ്, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ. അത് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയില്ല, ഇനി ഡ്രസ്സ് മാറി വേഗം ഉറക്കണം. ഞാൻ പോയിട്ട് അവനെ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് അവിടെ ഉറക്കാം. ഓക്കെ, വിട്ടിട്ട് വരാവേ. ഉറക്കാം ചക്കന. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും മുടി എനിക്ക് ഇങ്ങനെ മേലെ കിട്ടിയാലേ ഉറക്കം കിട്ടുള്ളൂ. അതൊരു 5ാം ക്ലാസ് മുതലുള്ളൊരു ശീലമാണ്. അത് കഴിഞ്ഞ് ഞാൻ വേഗം കിടത്തി ഉറക്കട്ടെ.